ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ തൃപ്പൂണിത്തറ അത്തച്ചമയം ഘോഷയാത്രയാണ് 2026 വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് കണ്ടേക്കണവർക്കറിയാം, കാണാത്തവർക്ക് വേണ്ടിയാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ അതേ കുതിരകളൊക്കെ നിരന്നിട്ടുണ്ട്, കുറേ കാഴ്ചകളുണ്ട് കാണാൻ. തുടക്കം മാത്രമാണിത്, നിങ്ങൾ നേരിട്ട് കാണുക കുറച്ച്. ചിരിക്കണ്ട, അടിപൊളിയല്ലേ നോക്കി. അതുകൊണ്ടൊന്നും സ്ലോ മോഷൻ ആക്കിയിട്ടാണ്.
നഷ്ടപ്പെടുക, കരൾ വീക്കം, കരൾ പൂർണ്ണമായ പ്രവർത്തനരഹിതമാവുക എന്നിവയിലേക്ക് ലഹരി ഉപയോഗം നയിക്കുന്നു. ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ ക്യാൻസർ, പ്രാക്ടിക്കൽ വട്ടമുണ്ട്. ഇതെൻ്റെ സുഹൃത്ത് ജിനേഷും ഫാമിലിയാണ്. പിന്നെ അതുപോലെ ഇത് കണ്ട പല ബിൽഡിങ്ങുകളുടെ മേളിലും ആൾക്കാർ തിങ്ങി നിൽക്കണതാണ് ഈ ഒരു കാഴ്ച കാണാൻ. കാരണം ഇതൊരു എന്താ പറയുക ഇവിടുത്തെ ഒരു വലിയൊരു ഉത്സവമാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെലിബ്രേഷനാണ്. ഇതുണ്ട് പല വീടുകളുടെ മേളിലും. എന്തായാലും ഇത്തവണ കാണാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും സാധിക്കാറില്ല. ഇന്നിപ്പോൾ വർക്ക് ഉണ്ടാവാഞ്ഞുകൊണ്ടാണ് പോയത്. പിന്നെ ഇത് കണ്ട കാലിൽ ചെരുപ്പിട്ടിട്ടാണ് നടക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴല്ല പഴുത്ത് അയ്യോ ചൂട് കൊണ്ടേ.
ഇതിൻ്റെ ഒപ്പം പാട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാട്ടും കൂടി കേട്ടാലേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന് ഓളം കിട്ടുള്ളത് എനിക്കറിയാം. പക്ഷേ പാട്ടിട്ട് നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. നമ്മൾ കുറച്ച് കഴിയട്ടെ, നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പാട്ടാ അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് നാൾ കഴിയട്ടെ, കുറച്ച് കാശായി കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് അല്ലേ ഈ പറഞ്ഞാൽ നല്ല പാട്ടാ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇറക്കി വിടാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളതും കൂടി ഇല്ലാണ്ടാവും. അപ്പോൾ എന്തായാലും ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയം ഘോഷയാത്രയുടെ വിശേഷങ്ങളാണെന്ന് പറഞ്ഞിരുന്നു 2026. ഇതുവരെ ആരും പോയി കാണാത്ത, ഇവരെ നമ്മൾ അപ്പോൾ പരിചയപ്പെട്ട ചേച്ചി വരെ, പിന്നെ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൊല്ലം പോയി കാണേണ്ട ഒരു കാഴ്ചയാണെന്ന് പറയുന്നതാണ് കൊച്ചിൻ കാർണിവൽ. ന്യൂ ഇയറിന് നടക്കണം, ന്യൂ ഇയറിന് എല്ലാ 1-ാം തീയതിയാണ് കൊച്ചിൻ കാർണിവൽ നടക്കണം. എല്ലാ കൊല്ലത്തിനും 1-ാം തീയതി. ചിലവർക്ക് അറിയാത്തതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ആ പറഞ്ഞവരെ ഈ അത്തച്ചമയം ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നത് ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം അത് ഒരു മനോഹര കാഴ്ചയാണ്. ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടല്ലേ. നമ്മുടെ ഒരു കൂട്ടുകാരൻ കൊല്ലോ എന്ന് പറഞ്ഞേക്കണം വീഡിയോ വന്നിട്ട്. നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ, മരടില കമ്പനിക്കാരാണ്. എന്തായാലും അവരെ കണ്ടതിൽ സന്തോഷം. പിന്നെ ബാക്കി കാഴ്ചകളും കൂടി കാണണം. അപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ഇട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കുറച്ച് വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോവുക, പിള്ളേർക്കൊക്കെ നല്ലൊരു കാഴ്ചയായിരിക്കും കിട്ടുന്നത്. പിന്നെ അതുപോലെ പറയാനുള്ളത്, ഇനി ഓണമാണ് വരുന്നത്. അഡ്വാൻസ് ഒരു ഓണം വിഷസും കൂടി അറിയിക്കുന്നു. പിന്നെ തൃക്കാക്കര അമ്പലമുള്ള ഓണമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് നിൽക്കുന്നത് തൃക്കാക്കര അമ്പലത്തിൻ്റെ സമയം കിട്ടി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ ആ തൃക്കാക്കരയുടെ മണ്ണിൽ തന്നെ ജനിച്ചതിൽ എനിക്കും സന്തോഷം, അല്ലെങ്കിൽ അഭിമാനിക്കാം. എന്നതേ പുതിയ വേട്ടക്കാരൊക്കെ പോകണുണ്ടാകും. ഞാനിങ്ങനെ കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ ഇതുവരെയും ചെയ്തിട്ടില്ല. തൃപ്പൂണിത്തുറയിൽ നമ്മുടെ തൃക്കാക്കരയിൽ ഇത് ഘോഷയാത്രകളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കൊച്ചിൻ കാർണിവലിൽ പങ്കെടുക്കാറുണ്ട്. കൊച്ചിൻ കാർണിവലിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ കൊല്ലം ചെയ്യുന്നുണ്ട്. കുറേ നാളുകളായിട്ട് ഒരു 5 അല്ലെങ്കിൽ ഒരു 7 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കൂടി നിങ്ങൾ കാണുക. ബാക്കി എന്നിട്ട് പറയാം. ഞാനിവിടെ കുറച്ച് മ്യൂസിക് അല്ലെങ്കിൽ പാട്ട് വന്നുകൊണ്ട് കുറച്ച് വോയിസ് ഓവറായിട്ട് കൊടുത്താണ്. ഓക്കെ, അത്യാവശ്യം ഞാൻ വീഡിയോസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഴുവൻ കവർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് അവിടെ വേറൊരു വീഡിയോ കൂടി എടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ പുറകെ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. കാരണം ഇവിടുത്തെ അനൗൺസ്മെൻറ്റ് ചെയ്യണ ചേട്ടൻ, അദ്ദേഹം വർഷങ്ങളായിട്ട് 49 കൊല്ലമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ വേണ്ടി ഞാൻ നമ്പർ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ഇത്തവണ ആളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നാളെ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. പിന്നെ ഇതുണ്ട്, ഇതേപോലത്തെ കുറേ ഒട്ടനവധി ടാബ്ലോ സെറ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ മറ്റൊരു സുഹൃത്താണ് തോമസ്. അവർ രണ്ടുപേരും കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടാണ്. പിന്നെ അതേ ഇവിടെ ചേട്ടൻ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഘോഷയാത്രയും ഞാനും ഇതേ സ്റ്റാച്യു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് തൃപ്പൂണിത്തുറ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അത്ര തന്നെ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇതേപോലുള്ള മനോഹര കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.